ഹലോ ഗൈസ്, അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ തന്നെ അറിയാം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ത് ചലഞ്ചാണ്? മേക്കപ്പ്. അതെ, നമ്മളെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് മേക്കപ്പിന്റെ ABCD അറിയാത്ത രണ്ട് ടീംസ് ആണ്. അതായത് ചാച്ചു റിച്ചുവിനെ അതുപോലെ തന്നെ ഫിക്കർ എന്നെയാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ കുറെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ആകെ എനിക്ക് തോന്നുന്നത് ലിപ്സ്റ്റിക്ക് മാത്രമേ അറിയാൻ ചാൻസസ് ഉള്ളൂ. അപ്പൊ എന്തായാലും ഇവിടെ ഓൾറെഡി എല്ലാത്തിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടേതായിട്ടുള്ള ഒരു ഐഡിയയില് മേക്കപ്പ് ചെയ്യുക അല്ലേ, ഓവറാക്കി ചളാക്കരുത്. എന്നാൽ ഒരു മയത്തിലേക്ക് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും തീരുമാനിക്കുന്നത് ഏത് മേക്കപ്പ് ആണ് അല്ലെങ്കിൽ ആർക്ക് ചെയ്ത മേക്കപ്പ് ആണ് ഏറ്റവും നല്ലതെന്ന് അവരായിരിക്കും കമന്റിൽ ഇടാൻ പോകുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ലൈക്കും ചെയ്തോ. അതെ, അതന്നെയാണ് എനിക്കും പറയുന്നത്. അത് ചെയ്യാം. കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, മേക്കപ്പ് മാത്രമല്ല നമ്മളെ ഹെയർ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ഡയലോഗ്സ് ഒന്നുമില്ല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവരുടെ കലാവിരുന്ന് നമുക്ക് കാണാം. എന്താണിത്? മുടിയിലങ്ങനെ തുടങ്ങാൻ പാടില്ലാണ്. മേക്കപ്പ് ചെയ്തതിനു ശേഷമാണ് ഹെയറിലേക്ക് തലതിരിവാണല്ലോ. അതെ, പണ്ട് അങ്ങനെ തന്നെ. ജാൻമണിദാസ് സോഫ്റ്റ് സോഫ്റ്റ് ആയിരിക്കണം. എന്തുവാ ചാച്ചു? എന്റെ ആളത്തോടാ ടെസ്റ്റ് ചെയ്യണം. ക്രീമൊക്കെ കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. എപ്പോഴും ടെസ്റ്റ് ചെയ്യണം. എനിക്ക് അലർജി ഒന്നും ഇല്ല. ചിപ്പു തന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ എന്ന് പറയണേ. സോറി ദാസ്, ബുദ്ധിമുട്ടിപ്പിക്കലട്ടെ. നീ നിന്റെ കാര്യം നോക്കിക്കേ. കൈ വാഷ് കൈ വാഷ് ചെയ്യാനാ? ക്രീം കൊണ്ടാണ് ഇപ്പൊ വാഷ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറയാ, കൂട്ട് ഇതൊന്നും സ്ലൈഡ് എടുക്കാം. കാരണം ഫ്രണ്ടിലേക്ക് വന്നിട്ടില്ലേ? അല്ല, താങ്കളൊരു കില്ലാടി തന്നെ. അതെ, എന്താകോ എന്തോ എന്റെ അവസ്ഥ. സേഫ് അല്ലേ മോള്? സേഫ് അല്ലേ? എന്താണ്? നമുക്ക് കണ്ണും കൂട്ടി എടുക്കാം. കണ്ണും കൂട്ടി എടുക്കാം. ഷുഗർ എടുത്തിട്ടുണ്ട് അമ്മ. എന്തിനാണ് ഷുഗർ? അക്കോളിക് ഹൈഡ്രേറ്റിംഗ് പ്രീമിയർ. എന്താണെങ്കിൽ കളറില്ല ഗൈസ്, കളറില്ല. ഒരു വൈറ്റ് ജെല്ലാണ്. നമുക്ക് ഇച്ചിരി തേച്ചെടുക്കാം. ചൂടുന്നേക്കാം. പ്രൈമർ വെച്ച് ഫേഷ്യൽ ചെയ്യുന്ന ആദ്യത്തെ കണ്ണെടുക്കും. കുട്ടി മറ്റേ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വന്നതല്ല, വെളുപ്പിക്കാൻ വേണ്ടിട്ട്. ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ്. പോയാ എന്ന് കാണിക്കുക. അപ്പൊ അടുത്ത് നമുക്ക് മിലാപ്പ് എടുക്കാം. ഫൗണ്ടേഷൻ, ലോങ് വെയർ ഫൗണ്ടേഷൻ. കാരണം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഗേൾസിന് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഫൗണ്ടേഷൻ. എത്ര ഇട്ടാലും അവർക്ക് കുഴപ്പമില്ല. അങ്ങനൊന്നുമില്ല, എത്ര ഇട്ടാലും അങ്ങനൊന്നും ഇല്ലല്ലോ. ഇഷ്ടം പോലെ ഇടാം. ആവശ്യത്തിന് കൂടുതലിട്ടാൽ അവർക്ക് സന്തോഷമാണ്. ഞങ്ങൾക്ക് സന്തോഷമില്ല. ഇതാണ് വെളുക്കാൻ യൂസ് ചെയ്യുന്ന ഏക ആയുധം. പല്ലിത്തേക്കാവും. അവിടെ കുറച്ച് ഞാൻ പറയാനുള്ള വേറെ കുറച്ച് മഞ്ഞപ്പല്ലൊന്ന് മാറി. ഒരുപാട് പഠിക്കല്ലേ. ശരി, എന്താ കണ്ടാ മതി അവസാനം. മേക്കപ്പ് നെക്സ്റ്റ് ബാക്സ് ആണ്. എന്തൊക്കെ അതായത് മറ്റേ ഇതില്ലേ, സൂപ്പർ ഗ്ലൂ, ഫെവിസ്റ്റിക്. ഈ തലമുടി എനിക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. ഫെവിസ്റ്റിക് വെച്ചിട്ട് മലമുടിയൊക്കെ ഒട്ടിക്കാതെ സുഖമാണ്. ഇതിങ്ങനെ എല്ലാത്തിലും ബേബി ഹെയർസിന് മാത്രം ഹെയർ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഇരിക്കുന്നൊരിക്കില്ല. നീ നിനക്ക് മിണ്ടാണ്ടിരുന്നാ പോലെ. നിന്നെ പറഞ്ഞില്ല ഏഷ്യൻ പീസ് തിരിച്ചു വെക്കണെന്ന് അറിയില്ല. ഞാൻ നിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ പോയി ഉള്ളിലെ പോയി പറഞ്ഞില്ല.
എടക്കുറു പയ്യെ തുടക്കടാ എന്താ മുഖം അപ്പൊ നമ്മളെ മുടീന്റെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ മേക്കപ്പിലേക്ക് കിടക്കാൻ പോണു. നമുക്ക് ഈ പരിപാടി ഇറങ്ങിയാലോ? പിന്നെ അതൊന്നും ആവശ്യമില്ല. ബിസിനസ്. വേണോന്നില്ല അറിയാത്തവര് പിന്നെ എന്തിനാണ് ഇതിലോട്ട് ഇറങ്ങിയിട്ട് അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ ലൈറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഓവറായിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നമുക്ക് ആദ്യം ബോംബ് പൊട്ടിക്കാം. ഞാൻ നമുക്കിതെടുക്കാം. നിങ്ങൾക്ക് എന്റെ മുഖത്തന്നെ ബോംബ് പൊട്ടിക്കണോ അല്ലേ? അതെ, ഈ ന്യൂയോർക്ക് ഫിറ്റ് മീ. ഈ ഗ്ലാസ് പണ്ടത്തെ പോലത്തെ മേക്കപ്പ് സെറ്റ് അല്ല ഇപ്പൊ, അതാണ് എനിക്ക് കൺഫ്യൂഷൻ. പണ്ട് സെറ്റപ്പ് ഇത് എനിക്ക് തോന്നുന്നു ഇയാൾ ഉദ്ദേശിച്ച പണ്ടത്തെ മറ്റേ തട്ടുകെട്ടൊക്കെ തുറക്കൂലേ ഇത് പൗഡർ ആണെന്നുണ്ടോ? എനിക്കൊന്നും ആവളല്ലേ. കോമ്പാക്ട് പൗഡർ അതങ്ങനെയാ. വെറുതെ ഇങ്ങനെ കാണിക്കാം. കണ്ണൂട്ടി പോയി ആലിലെ കണ്ണ് കോമ്പാക്ട് ഹാലിലെ കണ്ണിയാണ്. പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഗൈസ്, ഐ ഷാഡോക്ക് ഉപയോഗിക്കുന്ന സാധനം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതല്ലേ ഐഷാഡോ? ഇദ്ദേഹത്തിനെ കണ്ട് നിങ്ങൾ കണ്ണിന്റെ മേടിച്ചൊക്കെ ഐഷാഡോ എന്ന് പറയണത്. അതെ, പക്ഷെ തേക്കൊന്നും ഉപയോഗിക്കുന്ന സാധനത്തിനായിട്ടോ ഞാൻ പറയുന്നേ. ഇടത്തെ കൈയൊക്കെ ഉപയോഗിക്കണ്ടല്ലോ റബ്ബേ. ഇരിക്കുന്നത് ആ സാധനം തരുമോ? ഇല്ല, അതൊന്ന് തീർന്നില്ല. കോമ്പാക്ട് പൗഡർ. കോമ്പാക്ട് പൗഡർ നമുക്ക് ഐബ്രോ. ഗൈസ്, അതിന്റെ ഉള്ളിലൊരു സ്പോഞ്ച് ഇല്ലേ? അത്യാവശ്യം കോമൺ സെൻസ് നമ്മ തന്നെ ജയിക്കും. മാറിപ്പോയി. ഇങ്ങനെ ഇരുന്ന് ചെയ്യണ്ടേ? വെറുതെ ഇവനൊന്നും മല്ലില്ലാതെ കാണില്ലല്ലേ. ഇപ്പൊ ഉണ്ട്. ഇതിങ്ങനെ ഉരച്ചിട്ട് ഇന്ന് പൊടി എടുക്കാം. ഇങ്ങനെ ഇരുന്നല്ലേ? പയ്യ കണ്ണിട്ടേക്കാം. നീന കണ്ണിട്ടേക്ക. ഇത്രയും പണ്ട് ഞാനാണ് ആലിക്കണം. ഗൈസ്, പിന്നെ ഐഷാഡോ നിങ്ങൾ എന്ത് വെച്ചാ ചെയ്യണമെന്ന് നോക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു മേക്കപ്പിന് എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന്? ഭൂതത്തിനെ പോലെ ആക്കി വെക്കണ്ട പണ്ടാരച്ചൊക്കെ. ഇതാണ് തെറ്റിപ്പോയതാണ് എനിക്ക്. ട്രൂലി ഇതാണ് ട്രൂ. മറ്റേത് ട്രൂലി മറ്റേ മറ്റേന്ന് ഇതന്നെ സാധനം. കണ്ണൂട്ടി പിടിച്ചേ. എനിക്ക് മനസ്സിലായി. കണ്ണിന്റെ മനസ്സിലായി. മിണ്ടാണ്ടിരിക്കും. ഭൂതത്തിനെ പോലെ ആക്കുന്നു എനിക്ക് തോന്നുന്നു. ഡ്രാക്കുള മറ്റേ മൈക്കൽ ജാക്സനെ പോലെ ആക്കുന്നു. നോക്കിക്കോട്ടെ. ചിരിക്കാൻ വേണ്ടിയാണ് ഇത് തന്നെ സാധനം. കണ്ണിന്റെ ഉള്ളിൽ ഒന്നും പോയിട്ടില്ലല്ലോ. എന്താണ് ഇടേണ്ട സാധനം വേറെ എവിടെ എടുത്തിട്ടാ ഞാൻ എങ്ങനെ കണ്ണു തുറക്കും? ഇതൊക്കെ ഇട്ട് പഞ്ഞല്ലേ ഉള്ളൂ. എന്തുവാ ഇത് പൊടിയല്ലേ? ആ പൊടി തേക്ക് എന്തായാലും കൊള്ളായി. അപ്പുറത്തിട്ടോ കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാണ്. അനക്കല്ലേ ഞാൻ ആക്കിക്കൊള്ളത് ഏതാണ്ട് സൂപ്പർ. എനിക്ക് മനസ്സിലാക്കാം. കണ്ടോ കയ്യുമ്മ അടിപൊളിയായിരിക്കും. ഫൗണ്ടേഷൻ കണ്ണു തുറക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി വെച്ചേക്കാണ്. ഈ പ്രശ്നം സാധനത്തിൽ മാത്രം വരെ കണ്ട എന്തൊക്കെ സാധനങ്ങളുടെ വേറുണ്ട്. ഇതല്ലേ ഇത് ഇട്ടിട്ടില്ലല്ലോ. ഭംഗിയാക്കിട്ടേ പറ്റുമല്ലോ. കണ്ണൂട്ടി പിടി. കണിവരൊക്കെ നല്ലതല്ലേ? മിണ്ടാണ്ടി ചാച്ചമാരെ പൂർവ്വനെ കൊളാക്കണ കവളത്തിന് സാധനല്ലേ? ക്രിമൻ സീനാണ്. എല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്യണത്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. മുഖം കാണുമ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ കണ്ണിന്റെ അടിയിൽ എന്തൊക്കെ
ഞാൻ തീരുമാനിക്കും. കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നവരുടെ ഡൗട്ട്. ചാച്ചു പിന്നീട് കണ്ണ് വെച്ച് കാണാനുള്ളല്ലേ നിങ്ങൾ എനിക്ക്. അത് കണ്ണാട് ഇടുള്ള പക്ഷെ കറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ ഇട്ട് പ്രൈമർ ഇട്ട് ഫൗണ്ടേഷൻ ഇട്ട് കോമ്പാക്ട് പൗഡർ ഇട്ട് ഇച്ചിരി പുട്ടിയാലും കുഴപ്പമില്ല. കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണുണ്ട് ആര് ഫിക്രു. ആ വീട് പണിക്ക് വരുന്നു. അത് ഐലൈനർ ഇട്ടു. ഇക്രു ഫസ്റ്റ് മുതലേ ചെയ്യണമെങ്കിൽ ഇല്ലേ ഇവിടെ ലാസ്റ്റ് മുതലേ മേപ്പോട്ടേക്കാണ്. ലാസ്റ്റ് മുതൽ ഫിക്രു ഫസ്റ്റ് ലാസ്റ്റ് ആണ്. കക ലാസ്റ്റ് ഫസ്റ്റും. അത് ബുദ്ധിയില്ലാത്ത ലാസ്റ്റ് ഫസ്റ്റ് അപ്പൊ ഫസ്റ്റ് അടിക്കും ഞാൻ കണ്ടാ അത്ര ഉണ്ടോ ഗൈസ്? പെട്ടെന്ന് തന്നെ സെറ്റ് ആവാം. മറ്റേ ഇത് കണ്ടല്ലേ അത്ര ഇങ്ങനെ നമുക്ക് പറ്റാം പറ്റാം അവിടെ അവളത്ര സോറി ഇത് ബ്ലഷ് ആണ്. മോഡസ്റ്റ് ബ്ലഷ്. മോഡസ്റ്റ് ബ്രഷ്. ഇതെങ്ങനെ ബ്ലഷ് അതന്നെ കറക്റ്റാ. ഇതല്ലേ ഇതല്ലേ കൈ വെച്ച് ചെയ്യൂലെ. സത്തർ കുറച്ചും കൂടി ഒന്ന് ഇടുന്നുണ്ട്. സത്തറ ഇതും കൂടി ഇടുന്നു. സത്തർ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കൂട്ടുകാരന്റെ പേരാ പറഞ്ഞത്. സത്തർ അത് സത്താറിനയക്കൂലേ? സത്തർ അഫ്തർ. നിങ്ങക്ക് എന്നെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? ഒരു കുഴപ്പമില്ല. പഠിച്ചോന് നിങ്ങൾ രാത്രി മേക്കപ്പ് ഇട്ട് കളിക്കാറുണ്ട് തോന്നുന്നു. അതെ അതെ മനസ്സിലായില്ലേ? ചുപ്പ് ചുമന്നിട്ടാ ശരിക്കും. കൊള്ളാട്ടെ ഫിക്കറു. ഫിക്കർ സെറ്റ് ആയിട്ട് ചെയ്യാനുണ്ട്. നല്ലൊരു രസം. എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഇരുന്ന് കൊടുക്കണ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് റിച്ചുവിനായിട്ടൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യിക്കാറുണ്ട്. ഞാൻ വെറുതെ ഇരുന്ന് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇതില്ലാതെ ഒരു ജീവിക്കില്ല. ഏറ്റവും ഇഷ്ടമുള്ള സംഭവം 4 ഷെയ്ഡ് ഉണ്ട് നമുക്ക്. പിരികത്തും കിടന്ന് വരകാരാണ് ഇഷ്ടം. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. 4 ഷെയ്ഡൊക്കെ ഒരു വീട്ടില് കുറവാണ്. ഇതില്ലാതെ ഒരു ജീവിതം ഇവർക്കില്ല. അത് ശരിയാണ്. ഞങ്ങള് ജസ്റ്റ് എവിടെയെങ്കിലും പുറത്തെങ്കിലും പോലും നമ്മൾ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. ഇതില്ലാതെ ഇതാണ് മെയിൻ. ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസ് മാറും. ഇതാണ് മെയിൻ. ഇതിലാണ് ഒരു പെണ്ണിന്റെ ഒന്നുമില്ല, ഇതാണ് ലിപ്സ്റ്റിക് ആണ് ഏറ്റവും മെയിൻ. മോനെ ഇതാ കണ്ണിലാണ് പെണ്ണുങ്ങളുടെ ആകർഷണം. കണ്ണിലാണ് കാണിച്ചു. ചിരിക്കാണ്ടിരിക്കും പല്ലി കമ്പിലിടും. കണ്ണു പൂട്ടിപ്പിടി. സ്റ്റേ ട്യൂൺഡ്. കണ്ണു പൂട്ടിപ്പിടി. ഇത് വരക്കുമ്പോ നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കണം. ചിരിക്കാണ്ടിരിക്കും. എന്റെ ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. മാറിക്കണം. ഞാൻ മേക്കപ്പ് ഇടുന്നത് ഇഷ്ടല്ല. പക്ഷെ എന്നെ ഇങ്ങനെ വികൃത രൂപത്തിൽ കാണാൻ ഭയങ്കര ഇഷ്ടം. ഏകദേശം ഓക്കെ എന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ ലിപ്സ്റ്റിക് ഒക്കെ കറക്റ്റ് നിങ്ങൾ പറയൂ. ഫസ്റ്റ് എനിക്ക് തന്നെ ഉറപ്പിച്ചെടുക്കണം. കുത്തിച്ച് 2 സാധനം കേട്ടോ. കണ്ണു പൂട്ടിപ്പിടി. അതിന്റെ അടിയിലിടാൻ കണ്ടു. അടിയിൽ കൂടി ഇട്ടാലേ ഭംഗി വരുള്ളൂ. കണ്ണു തുറക്കരുത്. വിഷു ഇടണോ? ഇതിലും ബാക്കി വന്നേക്കാം. അപ്പൊ മനസ്സിലായില്ല എനിക്ക് അറിയില്ലാന്ന്. ഞാൻ കണ്ട ആവശ്യമുള്ള മാത്രം. അതെ അതെ ബഹുക്കേമൻ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കണ്ണു തുറന്നോ? ആകെ അറിയാന്നില്ല ഇട്ടിട്ട് കണ്ണുറന്ന് ഇങ്ങനെ എന്റെ കണ്ണീ കിടന്ന് നല്ലോണം കിടന്ന് വിരകിയിട്ടുണ്ട്. വിറപ്പിട്ടേം വിരകിയിട്ടില്ല. കണ്ണ് പക്ഷെ നല്ല സുണ്ടാണ്. കണ്ണു തുറന്നുകൂടി. ഇക്കുറു ഇത് യൂസ് ചെയ്ത് ഇക്കുറു അത് കുത്തിക്കൊള്ളണം എനിക്ക്. ഇനി എന്താണ് ഇനിയുണ്ട് പണിയുണ്ട്. കഴിഞ്ഞില്ല. എന്റെ മുഖത്താണ് താജ്മഹൽ പണിയുന്നത്. ബുദ്ധിയിലാണ് കളർ കറക്റ്റ്. വിറ്റമിൻ എൻറിച്ച് വിറ്റമിൻ ആണല്ലോ വായിലേക്ക് ഒഴിക്കണോ? വിറ്റമിൻ സൈഡൊക്കെ മാറി. കമ്മലാണ്. ഞാൻ ഈ സൈഡ് എടുക്കാറില്ല. അവനിട്ടേക്കുന്നത് വേറെ സൈഡ്. ഞങ്ങൾക്ക് ഇവിടേക്ക് കുഴിക്കണം. കമ്മലാണ് ഒരു പെണ്ണിന് ഭംഗിയിരിക്കുന്നത്. അപ്പൊ എല്ലാം ഭംഗിയാണ്. എല്ലാത്തിലും ഭംഗിയിരിപ്പുണ്ട്. ആ ഭംഗിയിരിക്കുന്ന ലാസ്റ്റ് ഒന്ന് കാണണം. ഇതെന്നാണ് ലാസ്റ്റ് ടച്ചപ്പ്.
പെങ്ങളെന്താ ഇടണ അല്ലെങ്കിൽ ഭാര്യ എന്താ ചെയ്യണ ഇതൊക്കെ നോക്കണ്ടേ എന്നാലല്ലേ കുറച്ചൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഇനി പ്രേക്ഷകരല്ലേ നമ്മള് ഞങ്ങളെ ഫീസ് കണ്ടിട്ട് നോക്ക് എനിക്ക് വേണ്ട. നോക്ക്. അയ്യോ അമ്മ ഇതെന്താ ജനിച്ച പിള്ളേർക്ക് കണ്ണെഴുതി കൊടുക്കണം. അതൊക്കെ ഇവിടെ കണ്ണിട്ടോണ്ടിരിക്കാൻ വേണ്ടി എന്നൊക്കെ ഇല്ലല്ലേ. ബാക്കിയൊന്നും കുഴപ്പമില്ല, കണ്ണിന്റെ കുഴപ്പമൊന്നുമില്ല. അല്ലല്ല ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഭയങ്കര ക്യൂട്ട് ഒരു സുന്ദരി കുട്ടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആ സ്ത്രീയാണോ ഈ തളച്ചി? ഗൈസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് കൊള്ളാല്ലേ. ഈ വീഡിയോസ് കാണുന്ന ടൈമില് നിങ്ങൾക്ക് ആരുടെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ ആരാണ് നല്ല രീതിയിൽ ചെയ്തേക്കണെന്ന് തോന്നിയാല് നിങ്ങള് കമന്റ് ചെയ്യാ. അതെ കമന്റ് ചെയ്യാ. ഇത് നിങ്ങളും ചെയ്ത് നോക്കണം, കാരണം ഇത് കൊള്ളാം, ഒരു പറയും നല്ല രസമുണ്ട്. ഈ രീതിയിലാണെങ്കിൽ ചെയ്ത് നോക്കാം. ഈ രീതിയിൽ ചെയ്യണ്ട, ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് അതെ ഇത് ചെയ്ത് പഠിച്ചതാണ് കേട്ടാ. ഇത് ചെയ്തല്ല, ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അറിയില്ലായിരുന്നു, പക്ഷെ ഇത് ചെയ്തപ്പോ ഇത് കൊള്ളാം. ഇപ്പൊ നമുക്ക് അത് പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ വേണ്ടി പെങ്കൊച്ചുണ്ടെങ്കിൽ നമുക്കൊരു കൊച്ചു പെങ്കൊച്ചാണെങ്കിൽ അതിന് നമുക്ക് ഒരുക്കാലോ. ഞങ്ങൾ കൊടുക്കൂല. കണ്ണൊക്കെ എന്താണ് കാണിച്ചു. അല്ല ഇങ്ങനെയുള്ള പഠിക്കണം, ഒരാളെ ചെയ്തിട്ട് പഠിക്കുമ്പോഴാണല്ലോ അത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ശരിയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.